നാട്ടിലൊക്കെ ഇപ്പോൾ ഗംഭീര മഴയാണല്ലേ, പക്ഷേ ഇവിടെ നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്. നാട്ടിൽ മഴ പെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ചൂടിന് നല്ല കുറവുണ്ട്. വൈകുന്നേരമാകുമ്പോൾ ചെറിയ കാറ്റും ചെറിയൊരു മഴയൊക്കെ ആയിട്ട് നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ നല്ല രസമാണ്. അങ്ങനെ കുട്ടികളുടെ ഓഫുള്ളൊരു ദിവസം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, അധികം ആയിട്ടില്ല. അപ്പം നമ്മൾ കുറേ ആയി കയറണം എന്ന് ചോദിക്കുന്നത്. പിന്നെ ഒന്നും കഴിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒരു കോഫി കഴിക്കാമെന്ന് ചോദിച്ചു. ഇവിടുത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം ആൾക്കാർ അറിയായിരിക്കും, ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ കോഫി, ഫിൽറ്റർ കോഫിയൊക്കെ ഒരു വികാരമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പം പുറത്ത് നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്ലൈമറ്റാണ്. ഒരുപാട് പേര് ഇവിടെ നടക്കാനും അതിനൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ നമ്മൾ ഒരു പാനിപ്പൂരിൻ്റെ ആ ഒരു പൂരി ഉണ്ടല്ലോ, പൂരി എന്നല്ല ഇതിന് പറയാം, ആ ഒരു സാധനം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാനിപ്പൂരി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതിനെക്കൊണ്ട് ചാറ്റാക്കി കഴിച്ചു വീട്ടിലെത്തിയിട്ട്. അപ്പോൾ ഇതാ ടോയ്സൊക്കെ കാണുമ്പോൾ ആദ്യം കണ്ണു പൊത്തിയിട്ട് കുട്ടിയുടെ കൊണ്ടുപോകുക. അതൊന്നും അത്ര ക്വാളിറ്റിയുള്ള ടോയ്സ് അല്ല, എന്നാലും വെറുതെ വാങ്ങി ഇടണ്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നെ കുറേ കമ്മലൊക്കെ നോക്കി പിന്നെ വീട്ടിലെത്തി. ഇന്ന് രാത്രി ചോറ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അധികം നൈറ്റ് ചോറാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയനും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തി കുഴക്കൽ എപ്പോഴും കുട്ടാട്ടൻ്റെ ജോലിയാണ്. അതിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടല്ല, എന്നാലും ഈ ആരുമില്ലാത്ത ടൈമിൽ ഞാൻ തന്നെ ആക്കും. അപ്പം ഞാൻ കോളിഫ്ലവർ ആക്കാമെന്ന് വിചാരിച്ചു. ആദുദാ അതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അവനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത് തന്നെ ഇരിക്കണം, അവന് ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടാനും ചപ്പാത്തി ആക്കുന്നുണ്ട്, ഞാൻ പരത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഗോബി മഞ്ചൂരിയനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഗ്രേവി ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ പരിപാടികൾ. അപ്പം രാത്രി ഇങ്ങനെ ഷെയർ ചെയ്ത് കുക്ക് ചെയ്യുന്നത് ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അപ്പോൾ പണിയും വേഗം കഴിയും. പിന്നെ നമുക്ക് ഒരുമിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് ഇരിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതാ കറിയൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് ഗ്രേവി പോലെ ആക്കിയത് ചപ്പാത്തിക്കല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതാ ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനൊക്കെ കൂടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സാറ്റർഡേ ആയിരുന്നു ഇത്. അപ്പോൾ ഇതാ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.